മാനസ, അവിടെ ഇപ്പോൾ ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസിക്കൊപ്പം ഒരു അതിഥി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതിരാ താരങ്ങൾ അടങ്ങിയ ഈ പൊങ്കാല എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വർഷവും കാണുന്നതാണ്. പ്രത്യേകം ഗൗരി വന്ദനം എന്ന ഹോട്ടലിന് പരിസരത്താണ് ഈ എല്ലാ താരങ്ങളും പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്നത്. ഒപ്പം പതിവ് പോലെ തന്നെ ഇത്തവണയും ചിപ്പി പൊങ്കാല ഇടാനായി എത്തി എന്നുള്ളതാണ്. എല്ലാ വർഷവും പൊങ്കാല ഇടാൻ ശ്രമിക്കാറുണ്ട്, ഇത്തവണയും എത്തിയിട്ടുണ്ട്. എന്താണ് അമ്മയ്ക്കായി ഇപ്രാവശ്യം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഇല്ല, പായസം, വെള്ളച്ചോറ്, പയറ് ഒക്കെയാണ് ഇപ്രാവശ്യം. 3 കലമാണ് ഇടുന്നത്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ പൊങ്കാല ഇടാറ്? ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? അങ്ങനെ നോക്കിയിട്ടില്ല, എത്ര വർഷമായിട്ടുണ്ടെന്നൊന്നും നോക്കിയിട്ടില്ല. ഒരു 20 അല്ല 10-20 വർഷമായിട്ടുണ്ടോ? അമ്മയാണ് ഒരുപാട് വർഷമായി. ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ എത്ര ആയിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിക്കുന്നത് നോക്കിയിട്ടില്ല. പൊങ്കാല ദിവസം ചിപ്പിയെ കാണാനായി ആളുകളും ഈ ഹോട്ടലിന്റെ മുന്നിലായി നിരവധി സമയമായി അവർ വെയിറ്റ് ചെയ്യാണ് ചിപ്പിയെ ഒരു നോക്ക് കാണാനായി. പൊങ്കാല ആറ്റുകാൽ ദേവിയെ ദർശനം അതിനുശേഷം ചിമ്പി സന്തോഷം. അതിപ്പോ ഇവിടെയാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോ അവരും ശ്രദ്ധിക്കുമല്ലോ എന്താണെന്ന്, അങ്ങനെ അറിയുന്നതാ. ഇന്ന് എന്തൊക്കെയാണ് നിവേദ്യമായി ഒഴിക്കുന്നത്? ഇന്ന് പായസം, വെള്ളച്ചോറ്, പയറ്. അപ്പോ അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. ഇല്ല, ആവുമല്ലേ ഇനിയിപ്പോ എല്ലാം ഒന്ന് മിനിറ്റുകൾ മാത്രമാണ് അടുപ്പ് വെട്ടാൻ. അപ്പൊ ഞങ്ങൾ ഒന്ന് അതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. നമുക്ക് നടി ജലജയുണ്ട്, ഒപ്പം സംഗീതജ്ഞയായ രാജലക്ഷ്മിയുണ്ട്. എല്ലാവരും തന്നെ നിരവധി താരങ്ങളാണ് ഇത്തവണയും പൊങ്കാല ഇടാനായി എത്തിയത് എന്നുള്ളതാണ്. നമുക്ക് മറ്റ് താരങ്ങളിലേക്ക് വരികയാണെങ്കിലും നടി ജലജയുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിൽ പൊങ്കാല ഇടാൻ ശ്രമിക്കുന്നതാണ്. ഇത്തവണയും എത്തിയല്ലേ? എല്ലാ തവണയും എത്തണം എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പറ്റുന്നുണ്ട്. അതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണല്ലേ? പൊങ്കാലയിടാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് അടുപ്പ് വെട്ടാനുള്ളത്. അതെ, സമയം നോക്കുവാണല്ലോ. അതെ, 10 മണി കഴിഞ്ഞിട്ടാണല്ലോ. ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ എല്ലാം റെഡിയാണ്. എന്തൊക്കെയാണ് നിവേദ്യമായിട്ട് നൽകുന്നത്? ഇത് മാത്രമേ ഉള്ളൂ, ശർക്കര പായസം മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഇഷ്ട നിവേദ്യം അതാണല്ലോ, അപ്പോൾ അത് തന്നെയാണ് ചെയ്യാം. എത്ര വർഷമായി? എനിക്കൊന്നും ഇപ്പോൾ 10-11 വർഷം ആവുന്നു. എല്ലാ വർഷവും ഇവിടെ നിന്ന് തന്നെയാണോ? അല്ല, എല്ലാ വർഷവും ഇവിടെ അല്ല. ഇപ്പം ഒരു 4-5 വർഷമായിട്ട് ഇവിടെയാണ്. അതിന് മുമ്പ് വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു. വേറെ അങ്ങനെ ഓരോരുത്തരുടെ കൂടെ നിന്നിട്ട് അപ്പോൾ അവസാനം ഇതാകുമ്പോൾ കഴിഞ്ഞ അമ്പലത്തിലേക്ക് പോയി തൊഴാമല്ലോ, ആ ഒരു സന്തോഷം. അപ്പം ഇത്തവണ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും ഭക്തജനങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായി. ഓരോ വർഷം ചെല്ലും തോറും ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നമുക്ക് അമ്മയുടെ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അടുത്ത വർഷവും കാണാം. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും.